വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇത് ആദ്യമായിട്ടായിരിക്കും ഈ ചാനലിൽ ഞാനൊരു മലയാളം വ്ളോഗ് ചെയ്യുന്നത്. കുറച്ച് ദിവസമായി എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. രാവിലെ തന്നെ സ്കൂളിലത്തെ ട്രാഫിക് ആയതുകൊണ്ട് അവിടെ എത്താനുള്ള ഒരു സമയം വൈകാനുള്ള ചാൻസ് ഉണ്ട്. ആക്ച്വലി ഇത് സാറ്റർഡേ ആണ്. സോ ഒരു 3 days ട്രിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി തമിഴ്നാട് ഇങ്ങോട്ട് കയറിയപ്പോൾ റോഡുകളെല്ലാം അടിപൊളിയായിരുന്നു. ഈ ടൗൺ എത്തിയപ്പോൾ ചെറിയൊരു പാച്ച് മോശം റോഡ് കിട്ടിയെന്നേ ഉള്ളൂ. ബട്ട് പൊള്ളാച്ചി ടൗണ് അത്യാവശ്യം നല്ല റോഡായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ച് തണുപ്പുണ്ടാവും എന്നാണ് ഈ ഭാഗത്ത്. ബട്ട് സമയം 9-9:30 ആയിട്ട് കറക്റ്റ് നല്ല വെയിലാണ്. ഈ വഴിയൊക്കെ വന്നിട്ട് ഞാൻ കുറേ കാലമായി. അറൗണ്ട് 2019 എന്തോ വന്നതാണ്. അന്നായിരുന്നു ലാസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പ് പോയത്. ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കരമായിട്ട് തെങ്ങും തോപ്പുള്ളത് ഈ ഒരു ഏരിയ പൊള്ളാച്ചി സൈഡ് അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ക്വാളിറ്റി, അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി. ഓരോരോ തെങ്ങിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് വരെ ഭയങ്കര കൃത്യമാണ്. ഇത് ഏത് ഹൈവേ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇതാണെന്ന് തോന്നുന്നു. പഴനിക്ക് കോയമ്പത്തൂർ പഴനി പോകുന്ന മെയിൻ ഹൈവേ ആണെന്ന് തോന്നുന്നു. പിന്നെ സെക്കൻഡ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ഈ വിൻഡി മിൽസ് അധികം കാണാൻ പറ്റും. ഈ പൊള്ളാച്ചി ടു ഉടുമ്പൽപേട്ട റോഡിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമയിലൊക്കെ ഉള്ള വിൻഡി മിൽസ് എല്ലാം കണ്ടിട്ടുള്ളത് ഈ ഭാഗത്താണ്. ഇവിടുത്തെ മെയിൻ കൃഷിയാണ്. അധികവും ഒരു സൺഫ്ലവർ ഫാമിംഗ് ഒക്കെ അധികം കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. ഒരു ബ്രാൻഡിൻ്റെ മെയിൻ ഫാക്ടറി ഇവിടെയാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തേ ആ ഫാക്ടറി ഉണ്ട് ഇവിടെ. ഞാൻ കരുതയിലും കൂടുതൽ ചൂടുണ്ട് കേട്ടോ. അവിടെ കൂടുതൽ ബ്രേക്ക് എടുക്കേണ്ടി വരും. ആക്ച്വലി ഞാൻ ഹൈഡ്രേഷൻ പാക്ക് എടുത്തില്ല. എൻ്റെ ഹൈഡ്രേഷൻ പാക്ക് ചീത്തയായി. പുതിയ ഹൈഡ്രേഷൻ പാക്ക് വാങ്ങണം. ഇവിടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇത് ടോളാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. എന്തായാലും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രേക്ക് എടുക്കാനുള്ള ടൈമായി. അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. റോഡ് ഫുള്ളായിട്ടുള്ള 4 ലൈൻ ലൈനല്ല. ഞാൻ പ്രതീക്ഷിച്ച റോഡ് ഫുള്ള് 4 ലൈൻ ആയിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് പോലീസ് ചെക്കിങ് ഉണ്ട് കേട്ടോ. കൊള്ളാം. ആ സർവീസ് റോഡ് കയറി കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ
2 സൈൻ ബോർഡുകളുണ്ട്. 2 വേറെ വേറെ ആണ് കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി കാണിക്കുന്നത്. ഒരെണ്ണം ലെഫ്റ്റും ഒരെണ്ണം റൈറ്റും. പിന്നെ 2 നോക്കാതെ ഞാൻ നേരെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വിട്ടു. ഓ യെസ്, കൊടൈക്കനാലിലേക്ക് പോകാൻ റൈറ്റ്, നേരെ ദിണ്ടിഗൽ, ഒട്ടൻചത്രം, തൃച്ചി, പഴനി ഘാട്ട് റോഡ്. കൊടൈക്കനാൽ 65. ഓക്കെ, കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ആ കൊടൈക്കനാൽ സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റും. ഈ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വൈഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ പോകും. ഈ റോഡിൻ്റെ ആകെ മൊത്തമുള്ളൊരു വൃത്തി തന്നെ നഷ്ടപ്പെടും. ഈവൻ ദോ സൗകര്യങ്ങളൊക്കെ കൂടുകയാണെങ്കിലും. എത്ര മരങ്ങളാണ് 2 സൈഡ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പൊള്ളാച്ചിയിലും ഇങ്ങനെ ഒരു സ്ട്രെച്ച് ഉണ്ട് റോഡിൻ്റെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ആ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ അറിയാം ഒരു തണുപ്പ്. അങ്ങനെ ഹെയർ പിൻസ് എല്ലാം സ്റ്റാർട്ടായി. Now I'm gonna have a blast. അപ്പം നമ്മൾ ഏകദേശം കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇത് ബാക്ക് എടുത്താൽ പോകാവുന്നേ ഉള്ളൂ. ഓ കൊള്ളാലോ. Let me show you something interesting. ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് പറയണം. റീസെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയിൽ വന്നതാണ്. സോ ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടി വന്നതാണ്. സാറ്റർഡേ വന്നു, ഇന്ന് മൺഡേ ആണ്.
സോ അറൗണ്ട് 11:30 ആയിട്ടുണ്ട് ടൈം. ഇവിടുന്ന് ഒരു 5 hours വേണം വന്ന പോലെ തന്നെ തിരിച്ചു പോകാൻ. ഹോപ്പ്ഫുള്ളി ഒരു ട്രാഫിക്കും കിട്ടിയില്ലെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും റോഡിലില്ലെങ്കിൽ, മഴയും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തും. നേരത്തെ എത്താനും ചാൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ. ഒരു ബൈക്ക് ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളായി, ഓൾമോസ്റ്റ് 6 months ആയി. കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയോ എല്ലാം കിട്ടുകയാണെങ്കിൽ വാങ്ങാം. ക്ലൈമറ്റെല്ലാം അടിപൊളിയാണ്. 2 ദിവസം ക്ലൈമറ്റെല്ലാം നല്ല രസമായിരുന്നു. കൂടുതൽ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിപ്പം പെരുന്നാളുടെ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഓക്കെ, ഏതോ ഒരു ഷോർട്ട് കട്ടാണ്. ഇതിപ്പോൾ എവിടെ ചെന്നെത്തുമെന്ന് അറിയില്ല, ബട്ട് കുറച്ച് പെട്രോൾ അടിക്കണം. ഇതെന്താണിത് ഇങ്ങനെയൊക്കെ? കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണോ എന്നൊരു സംശയം. എൻ്റെ അമ്മ, ഇതെന്ത് ഇറക്കത്! ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഭയങ്കര ഡേഞ്ചറസ് ഇറക്കോ അത്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. കുഴപ്പമില്ല. ഓക്കെ, നമ്മളവിടെ എത്തി. ഐ തിങ്ക് വി സംഹൗ റീച്ച് ഒരു മെയിൻ സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത്. കൂളിഘാട്ട് റോഡ്. അവക്കാടോ അവളോ? എത്ര? 300 രൂപയാ? ഇല്ല, വേണം. വേണം. We'll buy some chocolates. That's better.